പ്രേക്ഷകർക്കും അറിയാ രുചികളും കാണാ കാഴ്ചകളുടെയും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനുള്ളത് സിക്കിമിലാണ് കേട്ടോ. तो भैया कैसे हो? बढ़िया बढ़िया है. मौसम कैसा चल रहा है यहाँ पे? अच्छा ही चल रहा है मौसम. बारिश है? बारिश कभी कभी हो रहा है. ഇടയ്ക്കിടയ്ക്ക് മഴയുണ്ട്. ഞാൻ സിക്കിമിൽ കയറുമ്പോഴേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നൊരു സിക്കിം ഇതേ ആയിരുന്നില്ല. വളരെ മഴ പെയ്യുന്നു, നല്ല തണുപ്പ്, കോട ഇറങ്ങുന്നു, ഇതൊക്കെയായിരുന്നു കേട്ടോ എൻ്റെ ഒരു ഉള്ളിലുണ്ടായിരുന്ന ഒരു സിക്കിം. പക്ഷെ ഇവിടെ എത്തിയപ്പം മഴയില്ല, ലിറ്ററലി മഴയില്ല. ഒരു വൈകുന്നേരത്തെ ഒരു സമയം ആകുമ്പോഴേക്കും ഒരു തണുപ്പ് ഫീൽ ചെയ്യുന്നു അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നും ഇവിടെ ഇല്ല. അത്യാവശ്യം നല്ല വെയിലൊക്കെ ഉണ്ട്, കണ്ടാ പുറത്തൊക്കെ നല്ല വെയിലൊക്കെ കത്തിയിരിക്കുക. പിന്നെ ഓഫ് റോഡാണ് മക്കളെ, പിടിച്ചിരിക്കണം, ഇങ്ങനെ കുലുങ്ങി പോവാം. മാർക്കറ്റ് പോകാൻ ഹമ്മേ ടീക്കെ. അപ്പൊ നമ്മൾ സംസാരിച്ചതാ മാർക്കറ്റിലെത്തി, ഇനി സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങണം. അപ്പൊ മിക്കി ബൈ എന്റെ കൂടെ വരുന്നുണ്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ. ഇവിടെ ഫുള്ള് ഷെയർ ടാക്സീസ് ആണ് കേട്ടോ, ഫുള്ള് ഷെയർ ടാക്സീസ് ആണ് കംപ്ലീറ്റ്. ഇവിടെ മുഴുവൻ എൻ്റെ റൈറ്റ് സൈഡിൽ മുഴുവൻ എങ്ങനെ കാണുന്നുണ്ട് ഞാൻ. സിലിഗുറി, റാങ്കോ, റോങ്ലി, എല്ലായിടത്തേക്കും സുലുക്കിലേക്കൊക്കെ എല്ലാ ഇൻഡസ്ട്രിയേറ്റ് ആണെങ്കിലും ഇവിടുത്തെ മറ്റ് ടൗണിലേക്കാണെങ്കിലും ഇവിടെ മുഴുവൻ ഫുള്ള് ഷെയർ ടാക്സീസ്. അധികം സുമോയാണുള്ളത്. കാരണം ഞാൻ പറഞ്ഞൂടെ ഫുള്ള് ലാൻഡ് സ്ലൈഡ് ഒക്കെ ഉണ്ടാവുന്ന ഒരു ടൈപ്പ് ഓഫ് കംപ്ലീറ്റ് ലാൻഡ്, ഇങ്ങനെ മൗണ്ടെയിൻസ് ആണ്. ഇൻഫിനിറ്റ് അങ്ങനെ സജീവമായിട്ടിരിക്കുക. അതും തിക്ക് ഫോറസ്റ്റ് ആണ് ഇവിടെയൊക്കെ. ഇപ്പം ഇതിലൊക്കെ വണ്ടി ഓടിക്കാന്ന് പറയണ തന്നെ ഒരു സ്കില്ല. നല്ലൊരു ഒരു ഡ്രൈവർക്ക് മാത്രമേ ഇതിലെ ഡ്രൈവ് ചെയ്യാനുള്ളൊരു ആ ഒരു ഇതുണ്ടാവുള്ളൂ. കംപ്ലീറ്റ് അതിൽ കുഴിയിലൊക്കെ ചാടി ഇങ്ങനെ നമ്മൾ പൊങ്ങണം. പിന്നെ വലിയൊരു ഇറക്കത്തിലേക്കൊക്കെ പോയി ഇറക്കം കയറ്റം ഇങ്ങനെയൊക്കെ ടൈപ്പ് ഓഫ് വഴികളാണ് ഇവിടെ ഉള്ളത്. അപ്പം ചേട്ടൻ നല്ലൊരു ഡ്രൈവറാണ്. ഞാനിപ്പോൾ കുലിഞ്ഞ വന്നത്. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പോർക്ക്. ഇറ്റ്സ് നെയിം ഇസ് പാ അല്ല പാക്ഷ. അതാണ് നമ്മുടെ ഫുഡ്, പോർക്കാണ്. അപ്പം ഞാൻ തന്നെയാണ് ഇതും ഉണ്ടാക്കാൻ പോണത്. അപ്പം നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, സ്റ്റവ് കത്തിക്കാം. നാട്ടിലെത്തുമ്പോഴേക്കും ഞാനൊരു ടിബറ്റൻ അല്ലെങ്കിൽ സിക്കിമി ഒരു റെസ്റ്റോറൻറ്റ് അങ്ങ് തുടങ്ങും. നമുക്ക് ആദ്യം ഓരോരോ കഷ്ണം പോർക്ക്, നമ്മുടെ പന്നിയിറച്ചി കേട്ടോ, പോർക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മളൊരു ചിരി മഞ്ഞപ്പൊടി കുറച്ചിടണം. അതിൽ നെയ്യ് ഓൾറെഡി ഉള്ളതിനെ കൊണ്ട് ആ നെയ്യ് അതിലേക്ക് ഇങ്ങനെ വരുന്നുണ്ടോ. ടീക്ക ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കണം കേട്ടോ. അപ്പം ഞാനൊന്ന് ഓക്കെ കുछ नमक चाहिए. അത്യാവശ്യം നല്ല ഉപ്പ് ഇട്ട് കൊടുക്കും. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് മനക്കണക്കാണ്, സ്പൂണിൻ്റെ കണക്ക് അറിയില്ല. സോ മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ട് കൊടുത്തു.
ഇനി അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? നല്ല ചൂട് വെള്ളം, ഇത് മുങ്ങുന്ന വരെ ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ബസ്ന ചിക്കൻ അത് മുങ്ങുന്ന വരെ ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. സോയാ സോസ് കുറച്ച് ചിക്കൻ ഫുൾ നമ്മൾ കൈപ്പിടും. ഇതില്ല, സ്പൂണൊന്നുമില്ല, ഒരളവാണ്. നമ്മളിതിൻ്റെ അടപ്പിൽ തന്നെയാണ് കേട്ടോ, ക്യാപ്പിലുള്ള അളവിൽ തന്നെ നമ്മൾ ജസ്റ്റ് സോയാ സോസ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ, സോയാ സോസായി, വിനേഗർ ടീക്ക് പാകത്തിന് ഏകദേശം ഐഡിയ വെച്ച് നമ്മൾ പാകത്തിന് ഇത്രയും സാധനം ഉണ്ട്. അപ്പം പുളി ഓൾറെഡി നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്, അപ്പോൾ പുളിയാണ് അത് മാനേജ് ചെയ്യണമെങ്കിൽ നമുക്ക് ഏകദേശം ഇത്ര വിനേഗർ മതിയോ. അപ്പോൾ ആ ഒരു വിനേഗർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞു. ഇനി ഒന്നുമില്ല, ഇതൊന്ന് ജസ്റ്റ് വിസിൽ അടുപ്പിക്കണം. അത് മാത്രമാണ് ഇനി നമുക്കുള്ള പണി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കുക്കർ റീഅഷുറൻസ് സേഫ്റ്റി എല്ലാം എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുക്കർ വെച്ചു. കിतना 4 വിസിലടിക്കണം. 4 വിസിലടിക്കുമ്പോഴേക്കും നമ്മുടെ പോർക്കൊന്ന് വെന്ത് കിട്ടും. അപ്പം അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അത്യാവശ്യം ഫ്ലെയിം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 4 വിസിൽ കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് കാണാം. അങ്ങനെ എൻ്റെ മന്തിക്കറി, നമ്മുടെ പോർക്കിൻ്റെ കറി റെഡിയാണ്. അപ്പോൾ നമുക്കിത് തുറന്നു നോക്കാം. എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഈ ഗ്രീൻ ലീഫ് ആഡ് ചെയ്യണം കേട്ടോ. कितना लगे होगा അപ്പോൾ ഏകദേശം നമ്മുടേതായി. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കുക്കാവണം. ചിക്കൻ ജസ്റ്റ് ഒന്ന് വെച്ചാൽ മതി, അതങ്ങ് ആയിക്കോളും. നോക്കാം, ഒരു 3 മിനിറ്റ് വേണ്ടി നമുക്ക് തന്നോക്കാം.
അപ്പം നമ്മുടെ റെഡിയായി പൊട്ടിത്തെറിക്കുന്നുണ്ട് കേട്ടോ. ഓപ്പൺ കർസത്തെ ഒച്ചയും വെള്ളം കേൾക്കുന്നുണ്ട്. സോ അധികം വല്ലാണ്ട് നോക്കുന്നില്ല. മുഖം മറിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് അതിനെ ഇളക്കി നോക്കാം. സോ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഞാൻ പേടിച്ചിട്ടാട്ടോ ഫ്രണ്ടിലോട്ട് പോയത്, കാരണം പൊട്ടിത്തെറിക്കുന്നുണ്ട് എണ്ണയും മറ്റേ ഇലയിലുള്ള വെള്ളം കൂടെ മിക്സായിട്ട്. സോ യാ, ഓൾമോസ്റ്റ് നമ്മുടെ സാധനം റെഡിയായി. നമുക്ക് എന്ത് ചെയ്യാം, സെർവ് ചെയ്യാം. ഇതാണ് നമ്മുടെ പാ. സോ ഇതാണ് നമ്മുടെ പാ. നമ്മുടെ സാധനം റെഡി. എടുത്ത് കാണിക്കണം എന്നുണ്ട്, പക്ഷേ നല്ല ചൂടാണ്. സോ ദിസ് ഈസ് എണ്ണ ഉണ്ടോ വീഴുന്നുണ്ട്, നന്നായിട്ട് കുക്ക്ഡാണ്. ഞാൻ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യട്ടെ കേട്ടോ. കൊള്ളാം. ഇതും ഞാൻ ഉണ്ടാക്കി, പക്ഷെ നല്ല രസമുണ്ട്. ആ ടേസ്റ്റ് ഇവർ കഴിക്കില്ല എന്തുണ്ടാക്കി, പക്ഷെ കൊള്ളാം. അപ്പം ഈ ഫുഡും നമ്മളിവിടെ നിന്ന് കഴിച്ചു. ഇനി ഒരു പ്രത്യേക തരം ഒരു പാനീയം എനിക്ക് വേണ്ടി റെഡി ആക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് പുറത്തിരുന്നിട്ട് ഒരു ആംബിയൻസിലൊക്കെ കുടിക്കേണ്ട ഒരു തരം പാനീയമാണ്. നമുക്ക് അവിടെ പോയിട്ട് കുടിക്കാം. ഇത് തീർക്കട്ടെ കേട്ടോ. അങ്ങനെ 2-3 ഡിഷസൊക്കെ നമ്മൾ ട്രൈ ചെയ്തു, ചായ കുടിച്ചു. ഇനി എനിക്കിവിടെ സ്പെഷ്യലായിട്ടൊരു കാര്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കുടിക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല ആംബിയൻസ് ഉള്ളൊരു സ്ഥലത്ത് തന്നെയാണ് കേട്ടോ സെറ്റ് ചെയ്തേക്കുന്നത്. കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഫുള്ള് ചെടികൾ, 2 സൈഡിലും ചെടികളുണ്ട്. ചെറിയൊരു ഗാർഡൻ ഏരിയയാണ്. അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയൊരു സ്പേസ് ഉണ്ട്. ഇവിടെ നിന്നാൽ ഭയങ്കര രസമുള്ളൊരു വ്യൂ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഉള്ളിൽ പോയിട്ട് എന്താക്കാം, കുടിക്കാം. പക്ഷേ വ്യൂ ഒന്ന് കാണണം കേട്ടോ നിങ്ങൾ. ഇങ്ങനെ നിൽക്കുവാണെങ്കിൽ കണ്ട. വീടിനോട് ചേർന്നിട്ട് ഇങ്ങനെ ഒരു സ്പേസ് എടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു സാരമില്ല, കുടുംബമായിട്ട് കൂടിയിരിക്കാം, നാട്ടുവർത്താനം പറയാൻ, കുറ്റം കുറച്ചിലൊക്കെ ആയിട്ട് കൂട്ടം കൂടിയിരിക്കാനൊരു സ്പേസ്. അതാണ് അവരിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല രസമുള്ളൊരു ആംബിയൻസാണ്. പുറകിലുള്ള വ്യൂവും ഈ പൂക്കളും ഈ തണുപ്പും കോടയൊക്കെ ഇറങ്ങുമ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റും. രാത്രിയൊക്കെ അടിപൊളിയായിരിക്കും കേട്ടോ. ലൈറ്റും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ പല കളറിൽ. അപ്പം ഇവിടെ തന്നെയാണ് എനിക്കുള്ള സ്പെഷ്യൽ ഡ്രിങ്കും അവർ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പം ഞാൻ അങ്ങോട്ട് കയറിയാണ്, നമുക്കത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ചാങ്, ഇവിടുത്തെ ലോക്കൽ മദ്യം. ഇവിടുത്തെ രസമുള്ളൊരു തരം മദ്യമാണ് കേട്ടോ. അതായത് ഫെർമെൻറ്റേറ്റഡ് മദ്യം എന്ന് പറയുമ്പോൾ ഫെർമെൻറ്റേറ്റഡ് ഡ്രിങ്കാണ്. ചാങ് എന്നാണ് പറയുക. നമ്മുടെ മില്ലറ്റില്ലേ അത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൽ അരിയൊക്കെ വെതറിയിട്ടുണ്ട് കേട്ടോ. അരിയൊക്കെ വെതറി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാ ഓരോ സാധനങ്ങളായിട്ട് ഗോതമ്പൊക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പം ആ ഒരു മില്ലറ്റ്സ് വെച്ചിട്ടുണ്ടാക്കിയത്. അപ്പം ഞാൻ ട്രൈ ചെയ്യാൻ പോവാം.
വെള്ളം ഇറക്കുമ്പോൾ തന്നെ ഒരു തരിപ്പും ഉടുമ്പിക്കലൊക്കെ കയറുന്നുണ്ട് കേട്ടോ. നമ്മളൊരു എന്താ പറയുക, വൈനൊക്കെ എക്സ്ട്രീമിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു കുത്തലില്ലേ, അതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഈ ഒരു മില്ലറ്റ് ഇങ്ങനെ എടുത്ത് ചവയ്ക്കുമ്പം പോലും അത് ടേസ്റ്റ് കിട്ടുന്നുണ്ട്. ഇവരുണ്ടല്ലോ ഈ ഒരു മുളയനെ കൊണ്ട് ഉണ്ടാക്കിയ സാധനമാണിത്, ഈ ഒരു ഗ്ലാസ് പോലെ. അതിലിട്ടാണ് ഇതിങ്ങനെ നിറച്ച് വെക്കും. അത് അത്യാവശ്യം ശേഖരിച്ചിട്ട് മില്ലറ്റ്സ് ഇങ്ങനെ നിറച്ച് വെക്കും. എന്നിട്ട് അതിലെന്ത് ചെയ്യും, ചൂടുവെള്ളമാണ് ഒഴിക്കുക. ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ മേലെ അരിയൊക്കെ അരി വിതറിയിട്ടുണ്ട്. അരി വിതറിയിടും. ഇത് കുടിച്ച് സ്ട്രോയിൽ അടിഭാഗത്ത് കുടിച്ചെടുക്കുക. ഇത് ഏകദേശം വെള്ളം വറ്റി ഡ്രൈ ആയി തോന്നുമ്പോൾ വീണ്ടും ഇതിലെന്ത് ചെയ്യും, ഇവർ ഹോട്ട് വാട്ടർ ഒഴിക്കും, ചൂടുവെള്ളം ഒഴിക്കും. അങ്ങനെയാണ് ഇവർ കുടിച്ചുകൊണ്ടിരിക്കുക. ഇത് മുഴുവൻ ഒരാൾ കുടിക്കും. ഞാൻ തൽക്കാലം മുഴുവൻ ഒന്നെങ്കിലും പറ്റുന്ന അത്രയും കുടിക്കുന്നുണ്ട്. അങ്ങനെ സിക്കിമിലെ ആദ്യ ദിനം ഇവിടെ അവസാനിക്കുക. ഒരുപാട് രുചികൾ നമ്മൾ അറിഞ്ഞു. ചന്തയിലൊക്കെ പോയി ഞാനൊക്കെ കറങ്ങി നടന്നു. ഇനി ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിപ്പിച്ചിട്ട് ഞാനിനി ഗാങ്ടോക്കിലേക്ക് പോവാം, സിക്കിമിൻ്റെ തലസ്ഥാനമായിട്ട് ഗാങ്ടോക്കിൽ. ഇനി അവിടെയുണ്ട് ഒരുപാട് രുചികൾ അറിയാൻ, ഒരുപാട് കാഴ്ചകൾ കാണാൻ. അതൊന്നും നിങ്ങൾ മിസ് ചെയ്യരുത്. അതിനുവേണ്ടി കാണുന്ന നമ്മുടെ സ്വന്തം കൗമുദി ടിവിയിലെ അറിയ രുചികളും കാണാൻ കാഴ്ചകളും. ടിൽ ദെൻ ദിസ് ഇസ് മീ ശ്രുതി എടശ്ശേരി പറമ്പിൽ സൈനിങ് ഓഫ് ഫ്രം അറിയ രുചികളും കാണാൻ കാഴ്ചകളും. ടാറ്റാ.